ഒരു ദിവസം മന്ത്രിയെ കാണാൻ ഒരു ഭടൻ വന്നു. മന്ത്രി, എനിക്കൊരു കാര്യം അങ്ങയോട് സൂചിപ്പിക്കാനുണ്ട്. എന്താണ്, പറയൂ. കുറ്റം പറയുകയാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ കൊട്ടാരം കാവൽക്കാരൻ രാജാവിനെ കാണാൻ വരുന്ന പാവം പ്രജകളെ പറ്റിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങ് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കണം. നിങ്ങളുടെ കയ്യിൽ ഇതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഉണ്ട് മന്ത്രി. എൻ്റെ അയൽവാസി കൃഷിക്കാരന് ഒരു അനുഭവമുണ്ടായി. രാജാവിന് സമർപ്പിക്കാൻ തൻ്റെ കൃഷിയിൽ നിന്നും 2 വാഴക്കുലകൾ കൊണ്ടുവന്നപ്പോൾ അതിലൊന്ന് കാവൽക്കാരന് കൊടുത്താലേ കൊട്ടാരത്തിലേക്ക് കയറ്റി വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. പാവം കർഷകൻ ഒരു വാഴക്കുല കാവൽക്കാരന് സൗജന്യമായി കൊടുക്കേണ്ടി വന്നു. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ നോക്കട്ടെ. പിന്നെ ഒരു കാര്യം, ഇത് നമ്മുടെ രാജാവ് അറിയണ്ട. നമ്മൾ 2 പേര് മാത്രം അറിഞ്ഞാൽ മതി. ഇല്ല മന്ത്രി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇതും പറഞ്ഞു ഭടൻ അവിടെ നിന്നും പോയി. മന്ത്രി കുറച്ചു നേരം ഇരുന്ന് ആലോചിച്ചു. പെട്ടെന്നാണ് മന്ത്രിക്ക് ഒരു ഐഡിയ തോന്നിയത്. എങ്ങോട്ടാ? രാജാവിനെ ഒന്ന് കാണണം. എന്താ കാര്യം? ഇവിടുത്തെ മന്ത്രി ഇന്ന് വന്ന് രാജാവിനെ കാണണമെന്ന് പറഞ്ഞിരുന്നു. എന്താണ് കാര്യം? എന്തിനാണ് രാജാവിനെ വന്ന് കാണാൻ പറഞ്ഞത്? ഓ അതോ, 2 ദിവസം മുന്നേ മന്ത്രിക്ക് കാട്ടിൽ വഴി തെറ്റിയിരുന്നു. അന്ന് ഞാനാണ് മന്ത്രിക്ക് വഴി കാണിച്ചു കൊടുത്തത്. അതിന് പ്രതിഫലം വാങ്ങാൻ എന്തായാലും വരണമെന്ന് മന്ത്രി പറഞ്ഞു. ആര് ചോദിച്ചാലും മന്ത്രി വരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇതുപോലെ 100 പേര് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ഇവിടെ വരാറുണ്ട്. അങ്ങനെയൊന്നും അകത്തേക്ക് കയറ്റി വിടാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇത് മന്ത്രി എനിക്ക് അന്ന് സമ്മാനമായി തന്നതാണ്. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് തെളിവാണ് അങ്ങേക്ക് നൽകേണ്ടത്? ശരിയാണല്ലോ, ഇത് മന്ത്രിയുടെ മോതിരം തന്നെ. ഇതെങ്ങനെ ഇയാളുടെ കയ്യിൽ വന്നു? ചിലപ്പോ ഇയാള് പറയുന്ന ശരിയായിരിക്കാം. എന്തായാലും ഒരു സൂത്രം ഒപ്പിക്കാം. ഞാൻ പറയുന്നത് കേൾക്കും. ഞാൻ നിങ്ങളെ അകത്തേക്ക് കയറ്റിവിടാം. പക്ഷെ ഒരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? രാജാവിന്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് എന്ത് സമ്മാനം ലഭിച്ചാലും പകുതി എനിക്ക് തരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളെ അകത്തേക്ക് കടത്തിവിടുകയുള്ളൂ. വൃദ്ധൻ സമ്മതിച്ചു. കാവൽക്കാരൻ വൃദ്ധനെ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറ്റിവിട്ടു. ഭടൻ വൃദ്ധൻ രാജാവിനെ കാണാൻ വന്ന കാര്യം അറിയിച്ചു. പ്രഭു, അങ്ങയെ കാണാൻ ഒരു വൃദ്ധൻ വന്നിരിക്കുന്നു. വൃദ്ധനോ? എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചില്ലേ? ഉവ്വ് പ്രഭു, മന്ത്രിയെ 2 ദിവസം മുന്നേ കാട്ടിൽ വഴി തെറ്റിയപ്പോൾ ആ വൃദ്ധനാണ് സഹായിച്ചത്. രാജാവിന്റെ കയ്യിൽ നിന്നും പ്രതിഫലം വാങ്ങാൻ നമ്മുടെ മന്ത്രി ഇവിടേക്ക് ഇന്ന് വരാൻ പറഞ്ഞതാണ്. ഓഹോ, എന്നിട്ട് മന്ത്രി എവിടെ? മന്ത്രി നമ്മോടൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞതായി ഓർക്കുന്നില്ലല്ലോ. എന്തായാലും അദ്ദേഹത്തോട് വരാൻ പറയൂ. ഭടൻ ആ വൃദ്ധനെയും കൂട്ടി വന്നു. പറയൂ, നമ്മുടെ മന്ത്രിയെ സഹായിച്ച അങ്ങേക്ക് ഈ കൃഷ്ണപുരം രാജാവിൽ നിന്നും എന്താണ് വേണ്ടത്? പ്രഭോ, അത് എന്താണെങ്കിലും പറയൂ. എനിക്ക് 50 ചാട്ടവാറടികൾ വേണം. എന്ത്? ഈ വൃദ്ധന് ഭ്രാന്താണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് ഞാൻ പകുതി ചാട്ടവാറിന് ശേഷം പറയാം. ആരവിടെ? രാജാവ് ഭടന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. രാജാവ് പറഞ്ഞ പ്രകാരം ഭടൻ 25 അടികൾ വൃദ്ധന് മെല്ലെ കൊടുത്തു. 25ാമത്തെ അടിക്ക് ശേഷം രാജാവ് ചോദിച്ചു, ഇനിയെങ്കിലും പറയൂ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അങ്ങനെ ആ കാവൽക്കാരനെ ഒന്ന് വിളിക്കാമോ? ആരവിടെ? കാവൽക്കാരനോട് ഹാജരാകാൻ പറയൂ. കാവൽക്കാരൻ വന്ന് രാജാവിനെ വണങ്ങി. പ്രഭോ, നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ പകുതി ഞാൻ ഇയാൾക്ക് നൽകണമെന്ന് വാഗ്ദാനം നൽകിയാൽ മാത്രമേ ഇയാൾ എന്നെ കൊട്ടാരത്തിനുള്ളിൽ കയറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വാഗ്ദാനം പാലിക്കുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള 25 ചാട്ടവാറടികൾ അവന് നൽകുക. ഇതും പറഞ്ഞ് വൃദ്ധൻ തന്റെ വേഷവിധാനങ്ങൾ അഴിച്ചപ്പോൾ ചുറ്റുമുള്ളവരെല്ലാം ഞെട്ടിപ്പോയി. വൃദ്ധന്റെ വേഷത്തിൽ വന്നത് നമ്മുടെ സാക്ഷാൽ മന്ത്രിയായിരുന്നു. അങ്ങനെ രാജാവിന് നമ്മുടെ മന്ത്രിയുടെ ബുദ്ധി കാരണം കാവൽക്കാരന്റെ തനി സ്വഭാവം മനസ്സിലായി. കാവൽക്കാരന് 25 ചാട്ടവാറടിയും 5 വർഷത്തെ തടവും നൽകി.
പണ്ടൊരു കാട്ടിൽ ഒരു വയസ്സൻ സിംഹം താമസിച്ചിരുന്നു. സിംഹത്തിന് പ്രായമായതുകൊണ്ട് തന്നെ വേട്ടയ്ക്ക് പോകാൻ കഴിയാതെയായി. അതുകൊണ്ട് തന്നെ സിംഹത്തിന് വേണ്ട ആഹാരം ഗുഹയിൽ എത്തിക്കേണ്ട ചുമതല മന്ത്രിയായ കുറുക്കനായിരുന്നു. ഒരു ദിവസം പ്രഭു, ആ മന്ത്രി വന്നോ? ഓ പ്രഭു, അങ്ങേക്ക് വേണ്ടി ഞാൻ ഇന്ന് ഈ കാട് മുഴുവൻ പരതി ഒരു മുട്ടനാടിനെ പിടിച്ചു. ആഹാ, കുറെ കാലമായി മട്ടൻ ഫ്രൈ കഴിച്ചിട്ട്. എന്നിട്ട് ആട് എവിടെ? അത് പിന്നെ ദാ ഇവിടെ എത്താൻ നേരം മുട്ടനാട് എന്റെ വയറ്റിനിട്ട് മുട്ടുകാല് കൊണ്ടൊരു തട്ട് തട്ടി ഒരൊറ്റ ഓട്ടം. സബാഷ്, അപ്പോ ഇന്നും കഞ്ഞിയല്ലേ? പ്രഭു, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. അങ്ങയുടെ ആരോഗ്യനില ദിനം പ്രതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങേക്കുള്ള ഭക്ഷണം കൂടി എത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും പട്ടിണിയിലാണ്. അതേ മന്ത്രി, ഞാൻ ഇന്ന് അതിനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. ഇങ്ങനെ കഴിഞ്ഞതായിരുന്നു നമ്മൾ. മട്ടന് മട്ടൻ, ചിക്കന് ചിക്കൻ. ഇപ്പോഴിതാ, അതൊക്കെ ഒരു കാലം. അങ്ങ് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വേട്ടയാടൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല, അതാ. എനിക്ക് എന്റെ ആ പഴയ യുവത്വം തിരികെ വേണം മന്ത്രി. ഇല്ലെങ്കിൽ ഞാൻ ഈ കാട്ടിൽ പട്ടിണി കിടന്ന് മരിക്കും. ഇത് തന്നെ തക്കം. ആ ചെന്നായെ കൂട്ടുപിടിച്ച് ഒരു കളി കളിക്കാം. അങ്ങ് വിഷമിക്കണ്ട. അങ്ങയുടെ പ്രായത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഒരു കാട്ടുവൈദ്യൻ നമ്മുടെ കാട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ആ കാട്ടുവൈദ്യനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. ആണോ? എന്നാൽ ഉടൻ തന്നെ ആ വൈദ്യനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കൂ. ഉത്തരവ് പ്രഭു. ഇതും പറഞ്ഞ് കുറുക്കൻ അവിടെ നിന്നും പോയി. ആ വയസ്സൻ സിംഹത്തിന് വേണ്ടി വേട്ടയാടി എന്റെ നടുവൊടിഞ്ഞു. മട്ടൻ ഫ്രൈ വേണം പോലും. കിളവന്റെ ഒരു പൂതി കാണിച്ചു കൊടുക്കാം. ആരിത്? എന്താണ് രാജമന്ത്രിയായ അങ്ങ് ഈ അടിയന്റെ കൂരയിൽ? എന്തെങ്കിലും കാര്യമില്ലാതെ ഞാൻ നിന്നെ കാണാൻ വരില്ല എന്ന് നിനക്കറിയില്ലേ? അതറിയാം. വാ, വന്ന കാലിൽ പുറത്തു നിൽക്കാതെ അകത്തേക്ക് ഇരിക്കി. ഒന്നും പറയണ്ട, ഞാനൊരു വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഓഹോ, എന്താ കാര്യം? നിന്റെ മന്ത്രിസ്ഥാനം തെറിച്ചോ? ഇതിലും ഭേദം അതായിരുന്നു. നീ കാര്യം തെളിച്ചു പറ. നിനക്കറിയില്ലേ, രാജാവിന് വയസ്സായി. അതെ, അതുകൊണ്ട് നിനക്ക് നല്ല സുഖമല്ലേ? 4 നേരം ഇഷ്ടഭക്ഷണവും ഉറക്കം. ആ വയസ്സൻ സിംഹത്തിന് ഭയങ്കര വാശിയാ. മട്ടൻ മാത്രമേ കഴിക്കൂ. ഞാനാണെങ്കിൽ ആടിനെ തേടി അലഞ്ഞു മടുത്തു. ഓ, കഷ്ടം തന്നെ. ഞാൻ എന്റെ അവസ്ഥ സിംഹരാജാവിനെ അറിയിച്ചു. അപ്പൊ അദ്ദേഹത്തിന് തന്റെ യുവത്വം തിരികെ വേണം. അത് കിട്ടിയാ പിന്നെ അദ്ദേഹം വേട്ടയ്ക്ക് ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ്. ബെസ്റ്റ്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, അങ്ങയുടെ പ്രായത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഒരു കാട്ടുവൈദ്യൻ നമ്മുടെ കാട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ആ കാട്ടുവൈദ്യനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന്. അടിപൊളി. എന്നാൽ വേഗം പോയി ആ വൈദ്യനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കേ. ആ കാട്ടുവൈദ്യൻ വേറെ ആരുമല്ല, നീയാ. ഞാനോ? ഓഹോ, എന്നെ കൊലയ്ക്ക് കൊടുക്കാനുള്ള തന്ത്രം. ഹേ, നീ ഇങ്ങനെ ഡെസ്പാവാതെ. എനിക്ക് പിന്നെ വേറെ ആരാണുള്ളത്? എന്ത്? കൊലയ്ക്ക് കൊടുക്കാനോ? അല്ല, എന്നെ സഹായിക്കാൻ വേറെ ആരാണുള്ളത്? ആ വയസ്സൻ സിംഹരാജാവിന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും നീ എന്നെ രക്ഷിക്കണം. പണിയെടുത്ത് മടുത്തു. അല്ല, ഇതിൽ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നീ ഒരു വൈദ്യന്റെ വേഷം കെട്ടി ഗുഹ വരെ ഒന്ന് വരണം. എന്തെങ്കിലുമൊക്കെ കുത്തിക്കലക്കി അത് രാജാവിന് കൊടുക്കണം. എന്നിട്ട് രാജാവിനോട് ഇനി മുതൽ എല്ലാ ദിവസവും ചെറിയ ജീവികളെ സ്വന്തമായി വേട്ടയാടി പിടിച്ച് കഴിക്കാനും അതിലൊരു പങ്ക് പഞ്ചാടിക്കുന്നിൽ കൊണ്ടുപോയി വെക്കാനും പറയണം. അത് നമുക്ക് അടിച്ചു മാറ്റാം. ഇതൊക്കെ അയാൾ വിശ്വസിക്കുമോ? ഇതിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താ മതി. നിനക്കും ദിവസം പട്ടിണി കിടക്കാതെ ജീവിക്കാം. എന്നാൽ നീ ധൈര്യമായി രാജാവിന്റെ അടുത്തേക്ക് വിട്ടോ. ഞാൻ വേഷം മാറി അങ്ങോട്ട് വന്നോളാം. അങ്ങനെ ഇതും കേട്ട് കുറുക്കൻ സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി. സിംഹവും കുറുക്കനും കാട്ടുവൈദ്യനെ കാത്തിരിക്കുകയായിരുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും കാട്ടുവൈദ്യനെ കാണാതായപ്പോൾ സിംഹം കുറുക്കനോട് ചോദിച്ചു, മന്ത്രി, എവിടെ നിങ്ങൾ പറഞ്ഞ കാട്ടുവൈദ്യൻ? സമയം ഇത്രയായിട്ടും കണ്ടില്ലല്ലോ.
അല്ല, വരും. അങ്ങേക്കുള്ള മരുന്നുണ്ടാക്കുകയായിരിക്കും. അതിനെന്നെ കണ്ടില്ലല്ലോ. എന്റെ സുഖവിവരങ്ങൾ അറിയാതെ എന്നെ കാണാതെയാണോ മരുന്നുണ്ടാക്കുന്നത്? അതെ, അല്ല, അത് ഞാൻ അങ്ങയെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോരെ. പിന്നെ ചെറിയ വൈദ്യനൊന്നുമല്ല, വലിയ ശക്തിയുള്ള വൈദ്യനാണ്. നമസ്കാരം. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കാണാൻ വഴിയില്ല. വൈദ്യൻ ഈ കാട്ടിൽ ആദ്യമായിട്ടാ അല്ലേ? അതെ, ഞാൻ ഇതിനു മുമ്പ് പാകിസ്ഥാനിലെ കാട്ടിലായിരുന്നു. ഒരാഴ്ചയായി എത്തിയിട്ട്. വിശേഷങ്ങൾ പിന്നെ പറയാം. ചികിത്സ നടക്കട്ടെ. ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചേ. വിട്ടോ. ഇനി വലിക്കാൻ ചിലപ്പോൾ ആളുണ്ടാവില്ല. വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. വയസ്സായാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ്. അത് കാര്യമാക്കേണ്ടതില്ല. നമ്മൾ യുവത്വം തിരികെ പിടിക്കാൻ പോകുകയല്ലേ. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? പിന്നല്ലാതെ. അതിനുള്ള മരുന്നും വിദ്യകളുമായല്ലേ ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് മാന്ത്രിക രസായനം. ഇത് ദിവസവും 2 ടീസ്പൂൺ വീതം കഴിക്കണം. ഇത് കഴിച്ചാൽ യുവത്വം തിരിച്ചു കിട്ടുമോ? അങ്ങനെ ഇത് മാത്രം കഴിച്ചാൽ യുവത്വം തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഇതിന്റെ കൂടെ ഇനി മുതൽ തീരെ ചെറിയ മൃഗങ്ങളെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത് രാജാവ് തന്നെ വേട്ടയാടി പിടിക്കുകയും വേണം. എന്നാലേ ഫലം ചെയ്യും. അത് മാത്രം പോരാ. പിന്നെ അങ്ങ് എന്ത് വേട്ടയാടിയാലും അതിലൊരു പങ്ക് മഞ്ചാടിക്കുന്നിൽ കൊണ്ടുവെക്കണം. അത് വിശന്നു വലഞ്ഞു വരുന്നവർക്കുള്ള ഒരു സമർപ്പണമായി കണ്ടാൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്റെ യുവത്വം തിരിച്ചു കിട്ടുമോ? തീർച്ചയായും കിട്ടും. കാട്ടുവൈദ്യന്റെ വാക്കുകൾ കേട്ട സിംഹം തന്റെ ക്ഷീണം വകവെക്കാതെ വേട്ടയാടാൻ തുടങ്ങി. അതിലൊരു പങ്ക് മഞ്ചാടിക്കുന്നിൽ കൊണ്ടുപോയി വെക്കാനും മറന്നില്ല. ഇതെല്ലാം മറഞ്ഞു നിന്ന് ബുദ്ധിമാനായ ഒരു മുയൽ കാണുന്നുണ്ടായിരുന്നു. മുയൽ സിംഹം പോകുന്ന വഴി ഓടിച്ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങേ ആ കള്ളക്കുറുക്കനും ചെന്നായും കൂടി പറ്റിക്കുകയാണ്. അങ്ങ് വേട്ടയാടി കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണം അവരാണ് കഴിക്കുന്നത്. ഇപ്പോൾ എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. സിംഹം മുയൽ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ മുയലിന്റെ കൂടെ പോയി നോക്കി. അവരൊരു പാറയുടെ പിറകിൽ ഒളിച്ചു നിന്നു. മണ്ടനായ ഒരു രാജാവുള്ളത് കൊണ്ട് ബുദ്ധിമാന്മാരായ നമുക്ക് ഇങ്ങനെ പണിയെടുക്കാതെ ജീവിതകാലം മുഴുവൻ കഴിഞ്ഞുകൂടാം. അപ്പോൾ നമ്മൾ തുടങ്ങുകയല്ലേ? തുടങ്ങാം. നിങ്ങൾ പറ്റിച്ചത് ഈ കാടിന്റെ രാജാവിനെയാണ്. അങ്ങനെ കുറുക്കനും ചെന്നായിയും ഒരു പാഠം പഠിച്ചു.
കുട്ടികളെ, നാളെയാണ് നമ്മുടെ ചിത്രരചനാ മത്സരം. ഓരോരുത്തരും ഓരോ ഷേപ്പ് സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്ത ഷേപ്പ് കൊണ്ടായിരിക്കണം നിങ്ങൾ ചിത്രം വരയ്ക്കേണ്ടത്. ഏറ്റവും നല്ല ചിത്രത്തിന് സമ്മാനവുമുണ്ട്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഞാൻ സമചതുരം എടുക്കുന്നു. സമചതുരത്തിലുള്ള ചിത്രം ഞാൻ വരയ്ക്കും. എന്നാ ഞാൻ ദീർഘചതുരം എടുക്കും. എന്നോടാ കളി. ദീർഘചതുരത്തിലുള്ള ചിത്രം ഞാൻ വരയ്ക്കും. എന്നാൽ ഞാൻ ഓവൽ ഷേപ്പിൽ ചിത്രം വരയ്ക്കാം. മതി ബാക്കി നാളെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. സീ യു ടുമോറോ. എല്ലാവർക്കും ഓരോ ഷേപ്പ് കിട്ടി. ഞാൻ എന്ത് ഷേപ്പിൽ വരയ്ക്കും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തു പറ്റി മോളെ? എന്താ മുഖത്തൊരു വാട്ടം? നാളെ സ്കൂളിൽ ചിത്രരചനാ മത്സരമുണ്ട്. ആഹാ, അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതല്ല അമ്മേ, ഷേപ്പ് വെച്ചിട്ടാ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നത്. ഓരോരുത്തരും ഓരോ ഷേപ്പ് കണ്ടുപിടിച്ച് അത് വെച്ച് വേണം ചിത്രം വരയ്ക്കാൻ. എല്ലാവർക്കും ഓരോ ഷേപ്പായി. ഞാൻ ഏത് ഷേപ്പിൽ വരയ്ക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മമ്മി. വിഷമിക്കണ്ട, നീ കണ്ണു തുറന്നൊന്ന് നോക്കിക്കേ. ഈ ലോകത്ത് എന്തെല്ലാം ഷേപ്സ് ഉള്ള വസ്തുക്കളുണ്ടെന്ന്. അത് ശ്രദ്ധിച്ചാൽ തന്നെ നിനക്ക് നാളെ വരയ്ക്കാനുള്ളത് കിട്ടും. മമ്മിയെ സഹായിക്കാം. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. ജനലൊരു സമചതുരമാണ്. ഈ പന്തൊരു വൃത്താകൃതിയിലുള്ള പന്താണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ വൃത്താകൃതിയിലുള്ള പന്ത് വരയ്ക്കും. കുട്ടികളെ, നിങ്ങളുടെ ചിത്രങ്ങൾ വളരെ നന്നായിട്ടുണ്ട്. എന്നാൽ ജോമി വരച്ച ചിത്രമാണ് അതിൽ മികച്ചു നിൽക്കുന്നത്. കണ്ടില്ലേ, അവൾ വൃത്താകൃതിയിലുള്ള ഒരു ഫുൾ ചിത്രം തന്നെ വരച്ചു. അതുകൊണ്ട് തന്നെ the first prize goes to ജോമിയ. ഒരിക്കൽ നമ്മുടെ കൃഷ്ണപുരം രാജാവിന് അയൽ രാജ്യത്തെ ചോട്ടരാജൻ ഒരു ദൂതൻ വശം ഒരു പശുവിനെ കൊടുത്തുവിട്ടു. ഒപ്പം ഒരു കത്തുമുണ്ടായിരുന്നു. മഹാരാജൻ, ഞാൻ അങ്ങേക്ക് ഒരു പശുവിനെ കൊടുത്തയക്കുന്നു. അതിനെ കൃത്യമായി ഭക്ഷണവും വെള്ളവും കൊടുത്ത് നല്ല പോലെ പരിപാലിക്കുക. 3 മാസത്തിന് ശേഷം പശുവിനെ എനിക്ക് തിരിച്ചയക്കുക. പക്ഷേ ഒരു കാര്യമുണ്ട്, 3 മാസം കഴിയുമ്പോഴും പശുവിന്റെ ഭാരം ഇപ്പോഴുള്ളതുപോലെ തന്നെ ആയിരിക്കണം. ഭാരമൊട്ടും കൂടുകയോ കുറയുകയോ അരുത്. കത്ത് വായിച്ച രാജാവ് ആശയക്കുഴപ്പത്തിലായി. ഇത് തന്നെ പരീക്ഷിക്കാനുള്ള ചോട്ടാരാജന്റെ പണിയാണ്. ആരവിടെ? മന്ത്രിയോട് വരാൻ പറയൂ. പ്രഭു, മന്ത്രി സ്ഥലത്തില്ല. ഇന്ന് വരുമെന്നാണ് അറിയിച്ചത്. ഓ, ഞാനത് മറന്നു. എങ്കിൽ ഖജാഞ്ചിയോട് വരാൻ പറയൂ. രാജാവ് ഖജാഞ്ചിയോട് പ്രശ്നമുന്നയിച്ചു. പലരും പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചെങ്കിലും ഒന്നും തന്നെ പ്രായോഗികമായി രാജാവിന് തോന്നിയില്ല. അങ്ങനെ രാജാവ് ധർമ്മസങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് മന്ത്രി സഭയിലേക്ക് എത്തിയത്. മന്ത്രിയെ കണ്ടതും രാജാവിന് സമാധാനമായി. ഏത് കുഴപ്പിക്കുന്ന പ്രശ്നത്തിനും മന്ത്രി സമാധാനം കണ്ടെത്തുമെന്ന് രാജാവിന് അറിയാം. അദ്ദേഹം മന്ത്രിയുടെ മുൻപിൽ പ്രശ്നം അവതരിപ്പിച്ചു. ഒന്ന് ചിന്തിച്ച ശേഷം മന്ത്രി പറഞ്ഞു, പ്രഭു, ഈ പ്രശ്നത്തിന് ഒരു പോംവഴിയേ ഉള്ളൂ. പശുവിനെ കെട്ടുന്ന തൊഴുത്തിനടുത്ത് തന്നെ കണ്ടാൽ ശൗര്യം തോന്നിക്കുന്ന 2 വലിയ നായ്ക്കളെ കയ്യെത്താ ദൂരത്തിൽ കെട്ടിയിടുക. എന്നിട്ട് അങ്ങ് അതിന് വേണ്ട പോലെ തീറ്റ കൊടുത്ത് പരിപാലിച്ചോളൂ. പശുവിന്റെ ഭാരം കൂടാതെയും കുറയാതെയും നിലനിർത്താൻ സാധിക്കും. അതെങ്ങനെ സാധിക്കും മന്ത്രി? ശൗര്യം തോന്നിക്കുന്ന 2 വലിയ നായ്ക്കൾക്കിടയിൽ നിൽക്കുന്ന പശുവിന് ഒരിക്കലും മനസമാധാനം ഉണ്ടാകാനിടയില്ല. കാരണം നായ്ക്കൾ എപ്പോഴും അതിനെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മരണഭയത്തിൽ കഴിയുന്ന പശു എത്ര തന്നെ പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിച്ചാലും അത് തടിച്ചു കൊഴുക്കുകയുമില്ല. മന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് രാജാവിന് മനസ്സിലായി. മന്ത്രി നിർദ്ദേശിച്ചതുപോലെ തന്നെ രാജാവ് പ്രവർത്തിച്ചു.
ഛോട്ടാരാജിന്റെ പരീക്ഷണത്തിൽ രാജ്യം വിജയിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ രാജാവ് കൊട്ടാരം ജ്യോത്സ്യനോട് തന്നെ വന്ന് കാണാൻ കൽപ്പിച്ചു. പ്രഭു, അങ്ങയെ കാണാൻ കൊട്ടാരം ജ്യോത്സ്യൻ വന്നിട്ടുണ്ട്. ശരി, വരാൻ പറയൂ. ജ്യോത്സ്യ, തന്റെ ജാതകം വായിച്ച് ഭാവി ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. രാജാവിന്റെ ജാതകം വായിച്ച ജ്യോത്സ്യൻ സത്യസന്ധമായി അതിൽ കണ്ട വിവരം അദ്ദേഹത്തെ അറിയിച്ചു. പ്രഭു, അങ്ങയുടെ മരണം അടുത്തിരിക്കുന്നതായാണ് ജാതകവശാൽ കാണുന്നത്. ഇത് കേട്ട രാജാവിന് അതിയായ ദേഷ്യം വന്നു. എന്ത്? എന്റെ മരണമല്ല അടുത്തിരിക്കുന്നത്, നിന്റെയാണ്. ആരെവിടെ? ഇയാളെ അടുത്ത ദിവസം തന്നെ തൂക്കിലേറ്റു. ബുദ്ധിമാനും ധൈര്യശാലിയുമായ ആ ജ്യോത്സ്യൻ രാജകൽപ്പന കേട്ട് ഭയമൊന്നും കൂടാതെ പറഞ്ഞു, മഹാരാജൻ, ഒരു പക്ഷേ വിധി അങ്ങനെയായിരിക്കാം. എന്റെ ജാതകത്തിൽ പറയുന്നത് എന്റെ മരണം കഴിഞ്ഞ് 3-ാം നാൾ അങ്ങയുടെ മരണം സംഭവിക്കുമെന്നാണ്. അപ്പോൾ പിന്നെ എന്റെ വിധി ഒഴിവാക്കുവാൻ സാധിക്കുകയില്ലല്ലോ. ജ്യോത്സ്യൻ പറഞ്ഞത് കേട്ടപ്പോൾ രാജാവ് ഞെട്ടിപ്പോയി. ജ്യോത്സ്യൻ മരിച്ചാൽ 3-ാം നാൾ താൻ മരിക്കുമെങ്കിൽ ജ്യോത്സ്യന്റെ വധശിക്ഷ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഉടൻ തന്നെ അദ്ദേഹം രാജശിക്ഷ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. മാത്രമല്ല ജ്യോത്സ്യന് നല്ല ദക്ഷിണയും കൊടുത്തു. ജ്യോത്സ്യൻ സന്തോഷപൂർവ്വം തന്റെ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ അവസരത്തിനനുസരിച്ച് തന്റെ ബുദ്ധിസാമർഥ്യം ഉപയോഗിച്ചത് കൊണ്ട് ജ്യോത്സ്യൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു.